എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ പവർ അത് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞു. ആ ബിസ്ക്കറ്റ് സോൾജിയേഴ്സിനെ കഴിച്ച എനർജിയൊക്കെ അപ്പാടെ അവനിപ്പോൾ നഷ്ടപ്പെട്ടില്ലാതായിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവസാനത്തെ എനർജി അത് അക്യുമുലേറ്റ് ചെയ്ത് വില്ലന്മാരെയെല്ലാം അച്ചറം പൊച്ചറം അടിക്കും. ഉടനെ കഴുത്ത് നീണ്ട രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും ലൂഫിയെ അറ്റാക്ക് ചെയ്യുക. അത് കണ്ട നാമി അവള് ലൂഫിയെ ഹെൽപ്പ് ചെയ്യാൻ ഓടി അടുക്കും. വില്ലന്മാർക്ക് മനസ്സിലാവും ലൂഫിയെ കൊണ്ട് അധികം നേരം പിടിച്ചു നിൽക്കാനാവില്ല എന്ന്. അവന്റെ മാക്സിമം ലിമിറ്റ് അത് ഓൾമോസ്റ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞുവെന്ന്. സോ ഇതാണ് പറ്റിയ അവസരം. ലൂഫിയെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അവൻ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവരോരോ ടീമായി തിരിഞ്ഞ് ലൂഫിക്ക് നേരെ വരികയാണ്. അത് മനസ്സിലാക്കിയ നാമി അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് വീണ്ടും തണ്ടറുകളെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലത്തെയും വില്ലന്മാരെയും എല്ലാവരെയും ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. വില്ലന്മാരാണെങ്കിൽ ഓരോ ഭാഗത്തു നിന്നും റൗണ്ട് ചെയ്ത് ലൂഫി അറ്റാക്ക് ചെയ്യാണ്. നാമിയാണെങ്കിൽ നിർത്താതെ ഓരോ ഭാഗം തീർത്ത് അവന്റെ തണ്ടർ പവർ അതുപയോഗിച്ച് ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പരിധി വരെ വില്ലന്മാരെ നാമിയെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഈസി ആയിട്ട് ലൂഫി കൺട്രോൾ ചെയ്തോളും. നാമിയാണെങ്കിൽ ഭയങ്കര ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ബുദ്ധിപരമായി ഓരോരോ വില്ലന്മാരെയും അവളുടെ പവർ ഉപയോഗിച്ച് നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ ഗാലറ്റ് അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് നാമിയുടെ കൈ രണ്ടും അങ്ങനെ ലോക്ക് ചെയ്യാണ്. ഇനി നിന്നെ കൊണ്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, നിനക്ക് നിന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനും ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ടെററായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് അമാൻഡ അവളാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ ബീസ്റ്റ് ട്രീയുടെ അടുത്തേക്ക് വരികയാണ്. നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ തന്നെ ചതിച്ചു അല്ലേ, ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ ബീസ്റ്റ് ട്രീ ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു സ്ക്വാഡ് എടുത്ത് അവൾ അതിനെ പതിയെ വെട്ടാനായിട്ട് തുടങ്ങും. ബീസ്റ്റ് ട്രീ ആണെങ്കിൽ വേദനയിൽ നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കൊല്ലുകയാണെങ്കിൽ ഒറ്റ വെട്ടിനെ കൊല്ല്, എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്, എനിക്ക് ഈ വേദന അത് സഹിക്കാൻ കഴിയുന്നില്ല. ആക്ച്വലി അവൾ അറിഞ്ഞുകൊണ്ടാണ് അതിനെ അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്. അവളുടെ പേര് ഡീമൺ ലേഡി എന്നാണ്. മറ്റുള്ളവർക്ക് കൂടുതൽ പെയിൻ കൊടുത്ത് ഒരു സാഡിസ്റ്റിനെ പോലെ അത് കണ്ട് ആസ്വദിക്കുകയാണ് അവളുടെ പ്രധാന ഇഷ്ടം. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഒരു ഡേ മുഴുവനായിട്ടും ക്രാക്കറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ലൂഫിക്ക് യാതൊരു കൂസലും ഇല്ല. എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ടീം അത് തോറ്റുപോകും എന്നവർക്ക് മനസ്സിലാവും. അടുത്ത നിമിഷം ആ ക്രീം വില്ലൻ അവരാണെങ്കിൽ അവന്റെ ബോഡിയിലെ ക്രീം ഉപയോഗിച്ച് ലൂഫിയെ വീണ്ടും അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഫയർ ഉപയോഗിച്ച് പൊള്ളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ വേദനയിൽ കിടന്ന് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് റാബിറ്റിനെയും ചോപ്പറിനെയും കാണിക്കും. ചോപ്പർ ആണെങ്കിൽ അവന്റെ സൈസ് ഒക്കെ ജൈന്റ് ആക്കി ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി നിൽക്കും. അത് കണ്ട മുതല അത് ചോപ്പറുമായിട്ട് മൽപ്പിടിക്കും. പക്ഷെ ചോപ്പർ അച്ചരം പൊച്ചർ ഇടിച്ച് അതിനെ താഴെയിടും. പിന്നീട് ആ റാബിറ്റ് ഓടിയെത്തും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ട്രെയിൻ വില്ലൻ അവനും ഇപ്പൊ ചോപ്പറിനെ ആഞ്ഞടിക്കും. പക്ഷെ ചോപ്പർ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് രണ്ടുപേരെ സിമ്പിളായി അടിച്ച് താഴെയിടും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ ബ്രൂലി അവളാണെങ്കിൽ ഒരു മിററിലൂടെ പുറത്തേക്ക് വന്ന് ക്യാരറ്റിനെയും ചോപ്പറിനെയും ആഞ്ഞു വെട്ടും. പക്ഷെ ജസ്റ്റ് മെസ്സിന് അവളുടെ വെട്ട് അത് തെന്നി മാറി നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെയിനിൽ കൊണ്ട് അത് രണ്ടായിട്ട് കട്ടാവുകയാണ്. അവര് രക്ഷപ്പെട്ടു എന്ന് കരുതി ഓടാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവരെ പോലെ ഒരുപാട് രൂപങ്ങൾ ഈ ഭാഗത്തേക്ക് കയറി വരിക. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ആ ക്രീമിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോ വേറൊരു വില്ലൻ അവന്റെ ബുക്ക് പവർ അതവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഇപ്പൊ ലൂഫിയെ അവന്റെ ബുക്കിന്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ലൂഫി മെന്റലി ആണ് ആ ഒരു ബുക്കിൽ ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. ആ ബുക്കിൽ വെച്ച് ആ വില്ലൻ ഫയർ ഉപയോഗിച്ച് ലൂഫിയെ നന്നായിട്ട് അങ്ങനെ കത്തിയിരിക്കുകയാണ്. പുറത്ത് ലൂഫി അവരവന്റെ ബോഡിയിൽ ചൂടും പൊള്ളലും ഒന്നും താങ്ങാൻ കഴിയാതെ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. പുറത്തുള്ള വില്ലന്മാരാണെങ്കിൽ ലൂഫിയുടെ ബോഡിയിൽ ഒരുപാട് വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ഇത്തരം പൊച്ചറം ആഞ്ഞടിക്കും. നാമിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ നിസ്സഹായ അവസ്ഥയിൽ ലൂഫിയുടെ പേര് വിളിച്ച് നിലവിളിച്ച് കരയും. ലൂഫിയെ ആണെങ്കിൽ ഇന്റേണലി ആ വില്ലൻ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. ഓരോ ഭാഗത്തേക്ക് മാറ്റി നരകയാതന കൊടുത്തുകൊണ്ട് ലൂഫിയെ അവൻ ഒരുപാട് ഉപദ്രവിക്കും. ഇവിടെ ലൂഫിയുടെ ഫിസിക്കൽ ബോഡിയിൽ ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്ട് അത് വളരെ ആഴത്തിൽ തന്നെ അങ്ങനെ പതിയാനായിട്ട് തുടങ്ങും. ഈ ഒരു അവസരം അത് മുതലെടുത്ത് ആ ക്രീം വില്ലൻ അവനാണെങ്കിൽ കൂടുതൽ ക്രീം ലൂഫിയുടെ ബോഡിയിലേക്ക് ഇട്ട് അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തും. മറ്റൊരു ഭാഗത്ത് ലൂഫി ആദ്യം ഇടിച്ചിട്ട ആ 3 വില്ലന്മാരിൽ 2 പേര് അവരിപ്പോ ഓടി വന്ന്
അവരുടെ ഹോക്കി പവറിൽ ലൂഫിയെ ഇടിക്കാനായിട്ട് തുടങ്ങും. നോർമലായിട്ട് ലൂഫിയെ പഞ്ച് ചെയ്ത അവന്റെ ബോഡി റബ്ബർ ആയതുകൊണ്ട് തന്നെ അത് ബോഡിയിൽ ഏൽക്കില്ല. പക്ഷെ അവറ്റകൾക്ക് രണ്ടിനും ഹോക്കി പവറുണ്ട്. അവർ ആ ഹോക്കി പവർ ഉപയോഗിച്ച് ലൂഫിയുടെ മുൻപിലും പുറകിലും കൈമടക്കി ആഞ്ഞെട്ടിക്കുകയാണ്. അവൻ ചോര തുളുമ്പി അങ്ങനെ തെറിച്ചു വീഴും. നാമിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാനാവില്ല. അവൾ കണ്ണൊക്കെ അടച്ച് പൊട്ടിക്കരഞ്ഞ് തല താഴ്ത്തി നിൽക്കും. നാമിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോന്ന് ശ്രമിച്ചു നോക്കും. പക്ഷെ അത് ഭയങ്കര ഹാർഡ് ജെല്ലിയാണ്. അവളെ കൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് കഴിയില്ല. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരുപാട് നേരം അവനെ തല്ലി തല്ലി അവശനാക്കി താഴേക്കിടും. ലൂഫിക്കാണെങ്കിൽ അനക്കമില്ല. നാമിയാണെങ്കിൽ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് അവനെ തന്നെ നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ ബിഗ് മോമിന്റെ അടുത്തേക്ക് സ്ട്രെയിറ്റ് നടന്നു വരും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ നല്ല കൂൾ മോഡിലാണ്. അവള് ഹാപ്പി ആയിട്ട് കയ്യിൽ കിട്ടിയ ഫുഡൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്തിരിക്കുമ്പോഴായിരിക്കും സാഞ്ചി കടന്നു വരിക. സാഞ്ചിയെ കാണുമ്പോൾ അവൾക്ക് ഡബിൾ ഹാപ്പി. സാഞ്ചി അവളോട് വിനയത്തോടു കൂടെ പറയും, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. പുട്ടിങ്ങിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു ഫേവർ ചെയ്യണം. ബിഗ് മോമിനാണെങ്കിൽ സാഞ്ചിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം ഇത്രയും സമയം അവന് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെല്ലാവരും ടെൻഷനായതും അവന്റെ കയ്യിൽ ആ ഒരു വലിയ ബാങ്കിള് അത് ഇട്ടുകൊടുത്തതും എല്ലാം. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ അവളോട് ബെഗ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെ അവരെ മാത്രം ഒന്നും ചെയ്യരുത്. പുട്ടിങ്ങിനെ ഞാൻ ലൈഫ് ലോങ് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കഷ്ടപ്പാടും വിഷമവും എന്തെന്ന് അറിയിക്കാതെ എൻ്റെ സ്വത്ത് കുട്ടിയായിട്ട് നോയിക്കോളാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കെഞ്ചുകയാണ്. അതിന് ബിഗ് മോം ആണെങ്കിൽ മറിച്ചൊന്നും ആലോചിക്കാതെ അവരെ വെറുതെ വിടാം, ഈ ഐലാൻഡിൽ നിന്ന് ലൂഫിയൻ ടീമിനെ ജീവനോട് കൂടെ വിടാമെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷെ ഞൊടിയിടയിൽ അവളുടെ എക്സ്പ്രഷൻ അതങ്ങനെ മാറി മറിഞ്ഞ് സാഞ്ചിയുടെ അടുത്തേക്ക് വരും. എന്റെ ഫ്രണ്ട്സ്, ആ ലൂഫിയൻ ടീം അവരെന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. നിന്റെ ഫ്രണ്ട്സ് എന്നോട് ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട്. ഫിഷ്മാൻ ഐലാൻഡ് അത് മുഴുവനായിട്ടും അവൻ പിടിച്ചെടുത്ത് ആ ഫിഷർമാൻസിന് കൊടുത്തു. എനിക്ക് കിട്ടേണ്ട ക്യാൻഡീസ് അതുപോലും അവൻ എനിക്ക് തരാതെയാക്കി. അതുമാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേരെ അവൻ കൊന്നുകളഞ്ഞു. അവസാനമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മകൻ ക്രാക്കറിനെയും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയോട് പറയും, തൽക്കാലത്തേക്ക് ഇതെല്ലാം ഞാൻ മറക്കുകയാണ് നാളത്തെ വെഡ്ഡിങ്ങിന് വേണ്ടി. എന്ന് വെച്ച് ഒരിക്കലും അവരോട് ഞാൻ എന്നേക്കുമായിട്ട് ക്ഷമിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ പിടിച്ചിരിക്കും. ഇപ്പോഴത്തെ എൻ്റെ മനസ്സിൽ നാളത്തെ വെഡ്ഡിങ് ഡേ അത് മാത്രമാണ്. മാത്രമല്ല, നാളെ ഉണ്ടാക്കാൻ പോകുന്ന ആ സ്പെഷ്യൽ കേക്ക്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സോ എല്ലാ കാര്യങ്ങൾക്കും നീ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വിടും. അത് കേട്ട് സാഞ്ചിക്ക് ഭയങ്കര ആശ്വാസം. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരനക്കവും ഇല്ല. പക്ഷെ ലൂഫിയും നാമിയും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ബിഗ് മോമിന്റെ പകുതി പടയെ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നാമിയുടെ കയ്യിലുള്ള ബിഗ് മോമിന്റെ വിബ്രൂ കാർഡ് അത് ആ വില്ലത്തി പെണ്ണ് സ്വന്തമാക്കി കഴിഞ്ഞു. ഇവിടെ ആ ബീസ്റ്റ് ട്രീയെ അവള് രണ്ടായി വെട്ടി താഴെയിട്ടു. അവളാണെങ്കിൽ ആ വിബ്രൂ കാർഡ് അത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കും. അതില് ലോലയുടെ പേര് കാണും. സത്യം പറയും, ഈ വിബ്രൂ കാർഡ് അത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് അവള് നാമിയോട് ചോദിക്കും. അതിന് നാമി പറയും, ഇതെനിക്ക് ലോല തന്നതാണ്. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അവളാണ് എൻ്റെ സഹായത്തിന് ഇത് തന്നത്. അത് കേട്ട് അവരാണെങ്കിൽ ലൂഫിയും നാമിയും പിടിച്ചു കെട്ടി ഇപ്പൊ ബിഗ് മോമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കുകയാണ്. ഒരു താടിക്കാരൻ ജയന്റ് മാനാണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ പുല്ലിൽ പിടിച്ച് ടൈറ്റായിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. കാലി കയറിയ ജയന്റ് മാൻ ആള് കാല് മടക്കി ഒരൊറ്റ ചവിട്ട് ചോര തുളുമ്പി ലൂഫി അവൻ ബോധം കെട്ട് താഴെ വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.